ഇന്ന് ജനുവരി മാസം 31 പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് ഡോൺ ബോസ്കോ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ബോസ്കോയുടെ ഓർമ്മദിനം കൊണ്ടാടുകയാണ്. ഓരോ കുരുന്നു മനസ്സിലേക്കും ദൈവികമായ നന്മ നിറയ്ക്കുവാനായിട്ട് ഡോൺ ബോസ്കോ പരിശ്രമിച്ചതുപോലെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ കുരുന്നു മനസ്സുകളിലേക്ക് നന്മ കൈമാറുവാനായിട്ടും ബാഹ്യമായി ഉണ്ടാകാവുന്ന എല്ലാ പാളിച്ചയിലേക്കും കുറവിലേക്കുമൊക്കെ നമ്മുടെ നന്മ കൊണ്ട് നിറച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ ഡോൺ ബോസ്കോ. വിശുദ്ധ ജോൺ ബോസ്കോ ഡോൺ ബോസ്കോ എന്ന പേരിലാണ് കൂടുതലായും അറിയപ്പെടുന്നത്. 1815 ഓഗസ്റ്റ് മാസം 16 ഇറ്റലിയിലെ ഒരു വ്യവസായ കേന്ദ്രമായ ടൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ഇന്ന് ലോകപ്രസിദ്ധനായ ഡോൺ ബോസ്കോ ഭൂജാതനായത്. പിതാവ് ഫ്രാൻസിസ് ബോസ്കോ ജോണിന് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മ മാർഗരറ്റ് ആണ് മകനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്. 9 വയസ്സുള്ളപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു. തന്റെ ചുറ്റും നിരവധി കുട്ടികൾ നിൽക്കുന്നതും അവരെ നന്മതിന്മ പഠിപ്പിക്കുവാൻ ഒരു ദിവ്യപുരുഷൻ ആവശ്യപ്പെടുന്നതും സൗന്ദര്യവതിയായ ഒരു വനിത എല്ലാം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ കാഴ്ച ജോൺ അമ്മയോട് വിവരിച്ചു പറഞ്ഞു. മകൻ ഒരു വൈദികനാകുമെന്നായിരുന്നു അമ്മയുടെ നിഗമനം. ചെറുപ്പകാലത്ത് തന്നെ ഞാണിന്മേ കളി മുതലായ സർക്കസ് വിദ്യകൾ കാട്ടി ജോൺ കുട്ടികളെ തന്റെ അടുക്കലേക്കും അങ്ങനെ ദൈവത്തെങ്കിലേക്കും അടുപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് ജോൺ പഠിച്ചത്. ജ്യേഷ്ഠൻ ആന്റണിക്ക് അനുജന്റെ വായനയും പഠനവും ഇഷ്ടപ്പെട്ടില്ല. ഇടവക വികാരി ജോസഫ് കഫാത്തോ ജോണിന്റെ പഠനത്തിന് സഹായിച്ചു. 1841 ജൂൺ 5 ജോൺ വൈദികനായി. കുട്ടികൾക്കായുള്ളൊരു ഭവനം അമ്മയുടെ സഹായത്തോടെ ആരംഭിച്ചു. 2 മാസത്തിനകം 80-ൽ പരം കുട്ടികൾ ഡോൺ ബോസ്കോയുടെ ബാലനഗരത്തിൽ താമസമായി. തെരുവിലെ കുട്ടികളെ മര്യാദക്കാരാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1854 ജനുവരി 26 ഫാദർ ജോൺ സലേഷൻ സഭ സ്ഥാപിച്ചു. 21 കൊല്ലം കഴിഞ്ഞ് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു സഭയും അദ്ദേഹം തുടങ്ങി. ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ 768 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1975 അദ്ദേഹത്തിന്റെ മക്കൾ 72 രാജ്യങ്ങളിലായിട്ട് 30,000-ഓളമായി. ഡോൺ ബോസ്കോയുടെ ആധ്യാത്മികത്വം അകൃത്രിമ സുന്ദരമാണ്. മരണം വരെ ഫലിതവും പുഞ്ചിരിയും അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. വികൃതി കുട്ടികൾക്ക് വേണ്ടി എന്നതുപോലെ തൊഴിലാളികൾക്ക് വേണ്ടിയും അദ്ദേഹം വളരെ അധ്വാനിച്ചിട്ടുണ്ട്. കാൾ മാർക്സ് ദ ക്യാപിറ്റൽ എഴുതിക്കൊണ്ടിരുന്ന അതേ കാലത്ത് തൊഴിൽ രഹിതർക്ക് തൊഴിലുണ്ടാക്കുവാനും പ്രതിവർഷം 15 ദിവസം ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകുവാൻ മുതലാളികളെ നിർബന്ധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുവാനും അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. കത്തോലിക്ക ലൈബ്രറി എന്ന പേരിൽ ഒരു പത്രം വിശുദ്ധൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന പാഷാണ്ഡതകളെ തടയുവാൻ കത്തോലിക്ക ഗ്രന്ഥാവലി എന്ന ദ്വൈവാരികയും പ്രസിദ്ധീകരിച്ചു. അതിനായി ഒരു പ്രിന്റിംഗ് പ്രസും സ്ഥാപിച്ചു. ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി എത്രയേറെ തീഷ്ണതയോടെ പ്രവർത്തിച്ചുവോ അത്രയേറെ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായി. വധശ്രമത്തിൽ നിന്ന് പലതവണയും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുമുണ്ട്. 1886 ഡിസംബർ 11 അവസാനമായി അദ്ദേഹം ബലിയർപ്പിച്ചത്. തളർവാദ രോഗം അദ്ദേഹത്തെ പിടികൂടി. 1888 ജനുവരി മാസം 31 രാവിലെ 4:45 72-ാമത്തെ വയസ്സിൽ ഡോൺ ബോസ്കോ നിര്യാതനായി. വിജയമാതാവിനോട് ഡോൺ ബോസ്കോയ്ക്ക് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു. നമുക്കും ദൈവമാതാവിനെ സ്നേഹിച്ചും ഒരു കുട്ടിയും ചീത്തയല്ലെന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച ഡോൺ ബോസ്കോയെ പോലെ കുട്ടികളെ ശിക്ഷിക്കാതെ അവരുടെ സ്നേഹപൂർവ്വം പെരുമാറിയും ലോകജീവിതം നയിക്കാം. പിയൂസ് 11 മാർപ്പാപ്പ ഡോൺ ബോസ്കോയെ 1929 ജൂൺ 2 വാഴ്ത്തപ്പെട്ടവനായും 1934 ഏപ്രിൽ 1 വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ഡോൺ ബോസ്കോ ഇപ്രകാരമാണ് പറയുക: നിന്നാൽ കഴിവുള്ളത് മുഴുവനും ചെയ്യുക, ശേഷം ദൈവവും ദൈവമാതാവും കൂടെ ചെയ്തുകൊള്ളും. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടെ നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.